നാടിന് നന്മയുടെ 100 മീൻ. മാർത്തോമാ സഭയിലെ വൈദികനായ റവറൻഡ് ടി തോമസ് തൂപ്പാട്ടിൻ്റെയും അധ്യാപികയായിരുന്ന അന്നമ്മ തോമസിൻ്റെയും പുത്രനായി ജോയ്മോൻ ജനിച്ചു. പിറന്നു വീണതും പിച്ചവെച്ചതും ഈ മണ്ണിലാണ്. ഈ കുഞ്ഞു പാദങ്ങളുടെ ഉൾത്തുടുപ്പേറ്റുവാങ്ങിയ തിരുവല്ല അവൻ്റെ തേങ്ങലും മന്ദഹാസവും മാറത്തടക്കി അവനോടൊപ്പം നിന്നു. ആദ്യാക്ഷരം കുറിക്കുന്ന വിരലുകൾ, അക്ഷരജ്ഞാനത്തിന്റെ ആഴങ്ങൾ തേടിയുള്ള ഇമയനക്കുങ്ങൾ, അറിവിന്റെ മണിമുത്തുകൾ തേടിയുള്ള പദയാത്രയിലും മാത്യു ടി സ്വയം തിരിച്ചറിയുന്നുണ്ടായിരുന്നു തന്റെ നിയോഗം. ഭാരതത്തിലെ ഏതോ കോണിലെ തിരുവല്ല എന്ന ഗ്രാമീണതയുടെ പച്ചപ്പുകൾ മാത്രമുള്ള ഒരു ഗ്രാമം. ഇടവേളയിൽ എപ്പോഴോ തിരുവല്ല പരിഷ്കൃതയുടെ ലാളനകളിൽ ഹർഷപൂരിതമാവുന്നത് ഗ്രാമവാസികൾ നോക്കിക്കണ്ടു. കാലത്തിന്റെ ഏടുകൾ മറഞ്ഞിട്ടും തിരുവല്ലയും തിരുവല്ലയെയും മറക്കാത്ത തിരുവല്ലയുടെ പുത്രൻ. നിരർത്ഥക വേഷപ്പകർച്ചകളിൽ തെല്ലും പതറാതെ മാതൃമണ്ണിന്റെ തിരുനെറ്റിയിൽ വികസനത്തിന്റെ തിലകക്കുറി ചാർത്തിയ സദാചാരകൻ. 3.5 പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള കാലം. ഭാരതത്തിന്റെ സദാചാര പ്രക്രിയയ്ക്കുമേൽ പ്രഹരമേൽപ്പിച്ച 70-80കളുടെ നീറുന്ന ദിനരാത്രങ്ങൾ. അകാല വാർദ്ധക്യമെന്നാരോപിച്ച് ഭരണകൂടം ഭാരതത്തെ അടിയന്തരാവസ്ഥയെന്ന രാക്ഷസ നിയമത്തിന് മുമ്പിൽ കാഴ്ചവെച്ചപ്പോൾ ചെറുത്തുനിൽപ്പിന്റെ അലയൊലികൾ അങ്ങിങ്ങായി ഉടലെടുത്തു. അതിന്റെ അളകങ്ങൾ ഇങ്ങ് കേരള മണ്ണിലും ഓളം വെട്ടി. മറ്റ് സ്ഥലങ്ങളിലേതുപോലെ തിരുവല്ല എന്ന ഗ്രാമത്തിലെ വിദ്യാർത്ഥി സമൂഹവും അത് ഏറ്റുപിടിച്ചു. രാഷ്ട്രീയ മീമാംസാ ഏടുകളിൽ തിരുവല്ല വിദ്യാർത്ഥി രാഷ്ട്രീയം പുതിയ കാഴ്ചപ്പാടുകൾ പുനർസൃഷ്ടിച്ചു. അതിന് തുടക്കം കുറിച്ചത് വിദ്യാർത്ഥി ജനതയെന്ന പ്രസ്ഥാനത്തിന്റെ ഉള്ളറകളിൽ നിന്നായിരുന്നു. അഗ്നിജാലയുടെ ഉൾക്കരുത്തോടെ ഉയർന്നു വന്ന യുവതുറുക്കി. വരുംകാല രാഷ്ട്രീയ തേരോട്ടത്തിന്റെ തേരാളിയായി ആ യുവാവ് അവരോധിക്കപ്പെടുകയായിരുന്നു. പടച്ചട്ടയും പടവാളുമില്ലാതെ പടക്കളത്തിലെ യുദ്ധമുഖത്തേക്ക് നിശ്ചയാർത്ഥിത്വത്തോടെ ഇറങ്ങിപ്പുറപ്പെട്ട യുവാവ് ജനതാ പാർട്ടിക്കൊപ്പം നിന്ന് കോളേജിൽ കേരള വിദ്യാർത്ഥി ജനതയുടെ കോളേജ് യൂണിറ്റ് പ്രസിഡന്റായി പ്രയാണത്തിന് തുടക്കം കുറിച്ചു. തുടർന്ന് വിദ്യാർത്ഥി ജനതയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി, സംസ്ഥാന പ്രസിഡന്റ്, കേരള സർവകലാശാല യൂണിയനിലും മഹാത്മാഗാന്ധി സർവകലാശാല യൂണിയനിലും മാർത്തോമാ കോളേജിനെ പ്രതിനിധീകരിച്ചു. വിദ്യാർത്ഥിയായിരിക്കെ വാക്ചാതുര്യവും പ്രസംഗ പാഠവും കൊണ്ട് വിദ്യാർത്ഥികൾക്കിടയിൽ വ്യത്യസ്തനായി വളരാൻ മാത്യു ടിക്ക് കഴിഞ്ഞു. മാർത്തോമാ കോളേജിലെ ബ്രെയിൻ ട്രസ്റ്റ് സെക്രട്ടറിയായും സ്പീക്കറായും നാഷണൽ സർവീസ് സ്കീം സെക്രട്ടറിയായും പ്രവർത്തിച്ചു. വിദ്യാർത്ഥി കാലഘട്ടത്തിന് ശേഷം മാർത്തോമാ കോളേജിന്റെ ഭരണസമിതി അംഗമായും ആക്ടിംഗ് മാനേജരായും സേവന തൽപരനായി നിലകൊണ്ടു. വിദ്യാർത്ഥി ജനതയുടെ കേരള സംസ്ഥാനത്തിന്റെ അമരക്കാരനായിരിക്കെ ജഡില സംസ്കാരത്തിനും സാമൂഹ്യ അരാജകത്വത്തിനും രാഷ്ട്രീയ അടിച്ചമർത്തലുകൾക്കുമെതിരെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും പോലീസ് മർദ്ദനമേറ്റ അറസ്റ്റുകൾ വരിച്ച് വിജയം കണ്ടെത്തുകയും ചെയ്ത് വിദ്യാർത്ഥി ജനതയുടെ പ്രചുണ്ടലമായ ശബ്ദം അങ്ങ് ദേശീയ തലത്തിൽ വരെ എത്തിച്ചു. സംസ്കാരവും സാമൂഹ്യ പ്രതിബദ്ധതയും കൊണ്ട് വളർച്ചയുടെ ഇടവഴികളിലൊക്കെ സമ്പുഷ്ടമായ മനുഷ്യത്വത്തിന്റെ അടയാളങ്ങൾ ചാർത്തി മുന്നോട്ട് ഗമിക്കുമ്പോഴും പിറന്ന നാടിന്റെ ചൂടും ചൂരും സിരകളിൽ അണയാതെ കാത്തുസൂക്ഷിച്ച യുവാവ് കേരള രാഷ്ട്രീയത്തിൽ നാളെയുടെ ആദർശധീരനായ ഒരു നേതാവിനെ സഹപാഠികൾ അന്നേ തൊട്ടറിഞ്ഞു. അധികാരത്തിന്റെ അന്തർധാരയിൽ കടപുഴകി വീണ് സ്വത്തം മറക്കുന്ന സംസ്കാര ശോഷണത്തിന്റെ തിടമ്പേറ്റിയ ഗജവീരനാവാതെ തിരുവല്ലയുടെ മാത്യു ടി തോമസ് കേരള നിയമസഭയിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ 25 വയസ്സ്. രാഷ്ട്രീയ കേരളത്തിലെ നിയമസഭാ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നിയമസഭാ സാമാജികൻ. ഈ യുവത്വം നാടിനു വേണ്ടി തീരെഴുതിയ മാത്യു ടി അന്നേ തിരുവല്ലയ്ക്ക് വേണ്ടി വികസനപാത വെട്ടിയൊരുക്കാൻ മുന്നിട്ടിറങ്ങി. അധികാരം
ആസ്വദിക്കാനുള്ളതല്ല, സമൂഹത്തിന് പങ്കിട്ടെടുക്കാനുള്ളതാണ്. ഇനി 5 വർഷക്കാലം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തിരുവല്ലയിലെ ജനങ്ങൾ തിരുവല്ലയിൽ ഒരു MLA ഉണ്ട് എന്ന് വളരെയധികം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഇപ്പോൾ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് കാര്യം എടുത്ത് പറഞ്ഞാൽ തന്നെ തിരുവല്ലയിൽ മുഖച്ഛായ മാറുന്ന ഒരു വലിയ വ്യാപാര സമുച്ചയം തന്നെയാണ് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിനോടൊപ്പം തീർന്നത്. അതുപോലെ തന്നെ പാലങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം റോഡുകളുടെ കാര്യമാണ്. തിരുവല്ലയിൽ ഇന്ന് സഞ്ചാരയോഗ്യമല്ലാത്ത ഒരു റോഡുകൾ പോലും ഇല്ല. ആ ഒരൊറ്റ കാര്യം എടുത്താൽ തന്നെ നമ്മുടെ MLA മാത്യു ടി തോമസ് അധികാരത്തിൽ വരുമോ അല്ലെങ്കിൽ അദ്ദേഹം വിജയിക്കുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 87-91 കാലഘട്ടത്തിൽ തിരുവല്ലയിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA എന്ന നിലയിൽ അതിന് മുന്നിൽ നിരയിൽ നിൽക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 4 പാലങ്ങൾ അന്ന് പണി പൂർത്തിയാക്കി. നരണത്ത് തേവേരിക്കടവിലെ പാലവും, പെരിങ്ങരയിലെ ചാത്തങ്കേരിക്കടവ് പാലവും, തിരുവല്ല മുനിസിപ്പാലിറ്റിയിലെ കോട്ടാലി പാലവും, നെടുമറ പഞ്ചായത്തിലെ വാളകത്തി പാലവും ആ കാലഘട്ടത്തിൽ പൂർത്തിയാക്കിയതാണ്. അങ്ങനെ അധികാര വികേന്ദ്രീകരണത്തിന്റെ മുദ്രകൾ തിരുവല്ലയുടെ സ്വപ്നവസന്തങ്ങളിൽ സുരഭിലമായ പൂന്തോപ്പുകൾ തീർത്തു. 1987 8ാം നിയമസഭയിലെ അംഗമായിരിക്കെ 4 വർഷത്തിനുള്ളിൽ തന്നെ തിരുവല്ലയുടെ പരിതാപഗതിക്ക് മേൽ മാത്യു ടി ശാപമോചനം നൽകിക്കൊണ്ടിരുന്നു. 15 കോടി രൂപ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ വീതിച്ച് ശുദ്ധജല വിതരണ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. ഫയർ സ്റ്റേഷൻ, തിരുവല്ല ഇലക്ട്രിക് ഡിവിഷൻ, കൃഷിഭവനുകൾ, നെടുമ്പ്രത്തും മോതറയിലും ഹോമിയോ ആശുപത്രികൾ, വില്ലേജ് ഓഫീസുകൾ, ഗവൺമെന്റ് ആശുപത്രിയിലെ വർഷങ്ങളായി അടഞ്ഞുകിടന്ന വാർഡുകൾ തുറന്ന് പ്രവർത്തിപ്പിക്കൽ, മാവേലി സ്റ്റോറുകൾ, സിവിൽ സപ്ലൈസ് കോംപ്ലക്സുകൾ തുടങ്ങിയവ ആ കാലഘട്ടത്തിലെ എടുത്തു പറയേണ്ടവയാണ്. അങ്ങനെ നിരവധി പദ്ധതികൾ ആ കാലഘട്ടത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 87 കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്നായി പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കെ വീണ്ടും ഒരു ജനവിധി. എതിർ പാർട്ടിയുടെ ദേശീയ നേതാവിന്റെ മരണം രാഷ്ട്രീയ രംഗത്തെ ഒഴുക്കിനെ ബാധിച്ചു. തിരഞ്ഞെടുപ്പിൽ സഹതാപ തരംഗമുയർത്തി 1991 അവർ അധികാരത്തിലേറി. പിന്നീട് മാത്യു ടി മത്സരിക്കുന്നത് ഇക്കഴിഞ്ഞ 2006 തിരഞ്ഞെടുപ്പിലാണ്. കഴിഞ്ഞ 15 വർഷം എതിർ പാർട്ടിയായ UDF ആണ് തിരുവല്ലയിൽ MLA ആയത്. 1986 സ്ഥലം വാങ്ങിച്ച് മാത്യു ടി തുടങ്ങിവെച്ച പദ്ധതികൾ UDF ഭരണകാലത്ത് ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. ശേഷം തറക്കല്ല് പോലുമിട്ടത് 2010 മാത്യു ടി തോമസ് ആണ്. UDFന്റെ കെടുകാര്യസ്ഥതയുടെ സാക്ഷ്യമായി ജനം ഇത് വിലയിരുത്തുന്നു. സ്തുതിപാഠകരുടെ പിന്നാലെ പോയി ഭരണത്തെ ഹോമിച്ച ധനമോഹികളുടെയും സ്ഥാനമോഹികളുടെയും കാലം കഴിഞ്ഞപ്പോൾ ബാക്കിയായത് ജീവിതക്രമങ്ങൾ തെറ്റിയ, വരണ്ടിടറിയ, അവശയും നിരാലംബിയുമായി ഊർദ്ധം വലിക്കുന്ന തിരുവല്ലയാണ്. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് അവശരായ ജനം മാത്യു ടി തോമസിന്റെ നായകത്വം തിരിച്ചറിഞ്ഞ് LDFൽ വിശ്വാസമർപ്പിച്ച് അമരത്തിരുത്തി. തിരുവല്ലയുടെ ജനത്തിന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. സർക്കാരും മാത്യു ടി തോമസിനെ തിരിച്ചറിഞ്ഞ് ഗതാഗത മന്ത്രിയായി വാഴ്ത്തി. മന്ത്രിസ്ഥാനം മാത്യു ടിയെ തെല്ലും അമ്പരപ്പിച്ചില്ല. പക്വതയുടെ അതിർവരമ്പ് തിരുന്നുകൊണ്ട് തന്നെ തന്റെ മന്ത്രിപദവി കേരളത്തിനായി സമർപ്പിച്ചു. വികസന വഴിയിലെ വീരോചിതമായ ചുവടുവെപ്പുകളുമായി ഈ ജനനായകൻ പടിക്കെട്ടുകൾ ചവിട്ടിക്കയറിക്കൊണ്ടിരുന്നു. 5 കൊല്ലത്തിനിടയിൽ 14 പാലങ്ങൾ. ഉചിതമായ തീരുമാനം
കേരളത്തിൽ തന്നെ ഏത് മണ്ഡലത്തിലും അവതരിപ്പിക്കാൻ പറ്റുന്ന അഭിമാനകരമായി കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വടക്കൻ മേഖലകളിലൊക്കെ ചെന്നാൽ മാത്യു ടിയുടെ നാട്ടുകാരെന്ന് പറഞ്ഞാൽ തന്നെ വളരെ അഭിമാനമാണ്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം 14 പാലങ്ങൾക്കാണ് തിരുവല്ല നിയോജകമണ്ഡലത്തിൽ അനുമതി നൽകിയത്. കവിയൂർ പഞ്ചായത്തിലെ പെരുമ്പടി പാലം, കവിയൂർ എരവേരി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന TK റോഡിലെ വള്ളംകുളം പാലം, കുറ്റപ്പുഴ പാലം, വരാത്തോട് പാലം, കാരക്കൽ പാലം, പാലിപ്പാലം, പെരിങ്ങരെ 2 പാലം, ഓട്ടാഫീസ് കടവ് പാലം, പനച്ചിമുട്ടി കടവ് പാലം, പരിമല പാലത്തിന് ഒരു നടപ്പാലം, അതുപോലെ തന്നെ കീച്ചേരിവാൽ കടവ് പാലം, നെരണം കടപ്ര വിയൂരം ലിങ്ക് ഹൈവേ റോഡിൽ കാക്കനാട്ടുകുഴി പാലം, ദണ്ഡം പഞ്ചായത്തിലെ ചാത്തങ്കേരി കടവ് പാലം എന്നീ 14 പാലങ്ങൾ. ഈ 14 ഭരണാനുമതി ലഭിച്ച 14 പാലങ്ങളിൽ 12 പാലങ്ങളുടെയും പണി ആരംഭിച്ചു. 5 പാലങ്ങൾ പണി പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നു കൊടുത്തു കഴിഞ്ഞു. പനച്ചമൂട്ടിൽ കടവ് പാലം, പെരുമ്പാടി പാലം, വള്ളംകുളം പാലം, കുറ്റപ്പുഴ പാലം, വാരാൽത്തോട് പാലം, പാലിയിൽ പാലം, ഓട്ടാഫീസ് പാലം, പെരിങ്ങര പാലം, കാരക്കൽ പാലം, കാക്കനാട്ടുകുഴി പാലം, ചാത്തങ്കേരി പാലം, പരിമലപ്പാലത്തിന് 2 നടപ്പാലം, കീച്ചേരിവാൻ കടവ്. ഭരണാനുമതി ലഭിച്ച 14 പാലങ്ങളിൽ 12 പാലങ്ങളുടെയും പണി ആരംഭിച്ചു. 5 പാലങ്ങൾ പണി പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നു കൊടുത്തു കഴിഞ്ഞു. 2 പാലങ്ങൾക്ക് പുതുക്കിയ ഭരണാനുമതി ആവശ്യമുള്ളതുകൊണ്ട് പണി ആരംഭിച്ചിട്ടില്ല. ഒരു ഗവൺമെൻറ് കാലത്ത് 5 വർഷത്തിനിടയിൽ ഒരു മണ്ഡലത്തിൽ 14 പാലങ്ങൾ ഭരണാനുമതി നൽകി 12 പാലങ്ങൾ പണിയാരംഭിക്കുക എന്ന് പറയുന്നത് ചരിത്ര സംഭവമാണ്. റോഡ് നിർമ്മാണ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ വൻ കുതിപ്പ്. മിക്ക റോഡുകളും ഇന്ന് ഗതാഗത യോഗ്യമാക്കി മാറ്റിയിട്ടുണ്ട്. തിരുവല്ല ലിങ്ക് റോഡ് എന്ന പേരിൽ ആഞ്ഞിലിമൂട്, കോട്ടത്തോട്, പുഷ്പേരിയിലൊക്കെ ഉള്ള റോഡും, കിഴക്കമ്പത്തൂർ, നാട്ടുകടവ്, മനക്കച്ചിറ റോഡും, ബെതയിൽ, ചുമത്ര, മുത്തൂർ റോഡും പൂർത്തീകരിച്ചു. പൊടിയാടിയിൽ നിന്ന് പെരിങ്ങര വഴി കാരക്കിലേക്കുള്ള കൃഷ്ണപാദം റോഡിൻ്റെ പണിയും പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മിക്കവാറും എല്ലാ റോഡുകളും പൂർത്തീകരിച്ചു. ബഡ്ജറ്റിലൂടെ തിരുവല്ല കുമ്പഴ റോഡും തിരുവല്ല അമ്പലപ്പുഴ റോഡും BMNDC ടാറിങ്ങിന് വേണ്ടി പ്രത്യേക പാക്കേജായി സംസ്ഥാന ഹൈവേകൾ പുനരുദ്ധരിക്കുന്ന ഒരു പാക്കേജായി ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ തിരുവല്ല മല്ലപ്പള്ളി റോഡ് ഒരു ഡബിൾ ലൈൻ ആക്കി മാറ്റിയെടുക്കാനുള്ള പ്രപ്പോസലും ബഡ്ജറ്റിലൂടെ അംഗീകരിച്ചിട്ടുണ്ട്. ഈ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ തന്നെ ആരംഭിക്കാനും കഴിയും. അപ്പോൾ തിരുവല്ലയിലെ റോഡുകളും പാലങ്ങളും ഏറ്റവും കൂടുതലായി പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ഈ കാലഘട്ടത്തിലാണ്. PWD പണി നടത്താൻ കഴിയാതിരുന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. കറ്റോട് തിരുമൂലപുരം റോഡ്, കൃഷ്ണപാദം റോഡ്, മുത്തൂർ ചുമത്ര റോഡ്, ആഞ്ഞിലിമൂട് കോട്ടത്തോട് മഞ്ഞാടി റോഡ്, മുപ്പത്തേഴ് വർഷമായി മുടങ്ങിക്കിടന്നിരുന്ന ഒരു നിർമ്മാണ പ്രവൃത്തിയാണ് കടപ്ര വിയപുരം ഹരിപ്പാട് ലിങ്ക് ഹൈവേ റോഡ്. 973 ശ്രീ ഇ. ജോൺ ജേക്കബ് തിരുവല്ലയുടെ MLA ആയിരിക്കുമ്പോൾ അതിൻ്റെ അലൈൻമെൻറ്റ് നിർണ്ണയിച്ച് പണികൾ ആരംഭിച്ചതാണ്. CRF ഫണ്ട്സിൽ നിന്ന് 14 ലക്ഷം രൂപയ്ക്ക് എസ്റ്റിമേറ്റ് എടുത്തുകൊണ്ട് 14 ലക്ഷം രൂപയ്ക്ക് പൂർത്തിയാക്കാൻ